ചെന്നൈയുടെ തിരക്കേറിയ തെരുവുകളിൽ നിന്ന് ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് വളർന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. 1983 മെയ് മാസത്തിലെ ഒരു വേനൽക്കാലത്താണ് തൃഷ കൃഷ്ണൻ ജനിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പഠനത്തിലും സ്പോർട്സിലും മികവ് പുലർത്തിയ ആ പെൺകുട്ടി തൻ്റെ 16-ാം വയസ്സിൽ ഒരു തമാശയ്ക്കെന്നോണം ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തു. അതായിരുന്നു ചരിത്രത്തിൻ്റെ തുടക്കം. 1999 മിസ് ചെന്നൈ പട്ടം ചൂടുമ്പോൾ ആ കണ്ണുകളിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. സിനിമ ഒരു ലക്ഷ്മിയായിരുന്നില്ല. പ്രശസ്തമായ ജോഡി എന്ന സിനിമയിൽ നായിക സിമ്രാന്റെ സുഹൃത്തായി ഒരു ചെറിയ വേഷത്തിൽ തൃഷ തല കാണിച്ചു. ആ മുഖത്തെ നിഷ്കളങ്കതയും പ്രസരിപ്പും സംവിധായകൻ അമീറിനെ ആകർഷിച്ചു. അങ്ങനെ 2002 മൗനം പേസിയതേ എന്ന ചിത്രത്തിലൂടെ സന്ധ്യ എന്ന കഥാപാത്രമായി തൃഷ മലയാളികളുടെയും തമിഴകത്തിന്റെയും മുന്നിലെത്തി. പിന്നീട് അങ്ങോട്ട് തൃഷയുടെ കാലമായിരുന്നു. സാമിയിലെ ഭുവനയായും ഗില്ലിയിലെ ധനലക്ഷ്മിയായും അവർ തെന്നിന്ത്യയുടെ ഹൃദയമിടിപ്പായി മാറി. വിജയ്, അജിത്, സൂര്യ, വിക്രം തുടങ്ങിയ മുൻനിര താരങ്ങളുടെ എല്ലാം നായികയായി തൃഷ തിളങ്ങി. സിനിമകൾ ഹിറ്റായി, അവാർഡുകൾ പ്രവഹിച്ചു. പക്ഷേ തൃഷയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് അവരുടെ സ്ഥിരതയാണ്. 18-ാം വയസ്സിലെ ആ പഴയ തൃഷയെ പോലെ തന്നെ ഇന്നും തൃഷ തിളങ്ങുന്നതിന്റെ രഹസ്യം എന്താണ്? പലരും അത്ഭുതപ്പെടാറുണ്ട്. കഠിനമായ യോഗയും ഭക്ഷണക്രമവും തൃഷ വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരുന്നു. മൃഗസ്നേഹിയായ തൃഷ തെരുവു നായ്ക്കളുടെ സംരക്ഷണത്തിനായി സമയം ചെലവഴിക്കുന്നു. അവരുടെ ആന്തരികമായ ആ നന്മ മുഖത്ത് പ്രതിഫലിക്കുന്നു. സിനിമയിലെ തിരക്കുകൾക്കിടയിലും സ്വന്തം ശരീരത്തിനും ആരോഗ്യത്തിനും അവർ നൽകുന്ന മുൻഗണനയാണ് ഈ 40കളിലും അവരെ 20കാരിയെ പോലെ നിലനിർത്തുന്നത്. കരിയറിൽ ചെറിയ ഇടവേളകൾ വന്നപ്പോഴും തൃഷ പതറിയില്ല. 96 എന്ന ചിത്രത്തിലെ ജാനുവായി വന്ന് അവർ പ്രണയത്തിന്റെ പുതിയ ഭാഷ പഠിപ്പിച്ചു. എന്നാൽ മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ പുറത്തിറങ്ങിയതോടെ ലോകം വീണ്ടും ആ സത്യം തിരിച്ചറിഞ്ഞു. ഈ സിംഹാസനം തൃഷയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കുന്ദേവ രാജകുമാരിയായി തൃഷ എത്തിയപ്പോൾ ആ രാജകീയത അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു നായികയായി 20 വർഷം നിലനിൽക്കുക എന്നത് ചെറിയ കാര്യമല്ല. പ്രായം വെറും ഒരു അക്കം മാത്രമാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച തൃഷയുടെ ഈ യാത്ര നിങ്ങൾക്ക് പ്രചോദനമായോ? തൃഷയുടെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.